ഫ്രണ്ട്സ്, അപ്പോൾ ഇവർക്ക് ഒരിക്കൽ കൂടി മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രാവലിംഗ് ആണ്. അതും ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത്. മറ്റൊന്നുമല്ല, ആപ്പിൾ ഫാമിലേക്കാണ്. നമുക്ക് എല്ലാവർക്കും ആപ്പിൾ ഇഷ്ടമാണ്. അപ്പോൾ ഈ ആപ്പിൾ ഫാം കൂടി ആയാലോ വളരെയധികം ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ ആപ്പിൾ ഫാമിൽ ഒരു പ്രത്യേകത കൊണ്ട് ആപ്പിൾ മാത്രമല്ല പല തരത്തിലുള്ള ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ എന്തായാലും കൊറോണ ഒരല്പം കുറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയും കൂടിയാണ്. അപ്പോൾ ഒന്നും നമുക്ക് നോക്കിയില്ല, നേരെ ഈ ഫാമിലേക്ക് പോകാം. ബാക്കി അവിടുത്തെ കാഴ്ചകളും കാണാം. നമ്മൾ ടൗണിൽ നിന്ന് ഒന്ന് അല്പം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള റോഡുകളായിരിക്കും ഉള്ളത്. ഇപ്പം നമ്മൾ പോകുന്നത് ശരിക്കും ഒരു ചെറിയ വില്ലേജാണ്. അതുകൊണ്ട് തന്നെ ചെറിയ വില്ലേജ് റോഡാണ്. ഈ സൈഡിലുള്ള കെട്ടിടം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വീടുകളാണ്. ഈ വില്ലേജിനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം നടക്കുന്നു. എന്തായാലും നമ്മൾ ഉടനെ തന്നെ എത്തും. ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ സമയം കൂടി ഉള്ളൂ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി. നമ്മൾ ഈ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഫാമിൻ്റെ ആ ഒരു ബോർഡ്. നമുക്ക് നേരെ ഇതിൻ്റെ പാർക്കിങ്ങിലേക്ക് പോകാം. കാർ നമ്മൾ നിർത്തിയിട്ട് നമ്മൾ അവിടുന്ന് ജസ്റ്റ് നടന്ന് ഇങ്ങോട്ട് വരികയാണ്. നേരെ ഫാമിൻ്റെ ഒരു എൻട്രൻസ് ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ആപ്പിൾ മാത്രമല്ല ഉള്ളത്, പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ആപ്പിളിൻ്റെ തന്നെ പല വെറൈറ്റിയുള്ള സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്ട്രോബെറി അല്ല അങ്ങനെയുള്ള എല്ലാ സാധനവും ഉണ്ട്. അപ്പം നമുക്കിതാ ഇതുപോലെ ഓരോ കൂട് തരും. ഈ കൂടിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ളത്രത്തോളം നമുക്ക് പറിക്കാം. കിലോയ്ക്ക് ഇത്ര രൂപ വെച്ചിട്ടാണ് അവർ ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ പറിച്ച് അവിടെ കൊണ്ടുപോയി തൂക്കിയ ശേഷം നമുക്കിത് മേടിക്കുകയും ചെയ്യും. ഏറ്റവും മിനിമം ആയിട്ട് ഏകദേശം 5 രൂപ, അതായത് 500 രൂപയുടെ എങ്കിലും നമ്മൾ മേടിക്കണം. അതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇവിടുന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഇവിടെ റാസ്ബെറിയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ റാസ്ബെറിയുടെ സമയം കറക്റ്റ് കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇതാണ് റാസ്ബെറി. അതായത് ഇത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള വിലയുള്ള സാധനമാണ് ഈ റാസ്ബെറി എന്ന് പറയുന്നത്. ഏകദേശം 100 ഗ്രാമിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു 250-300 രൂപയൊക്കെയാണ് ഒരു 100-150 ഗ്രാമിനൊക്കെ സത്യം പറഞ്ഞാൽ ഉള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് തുടങ്ങാം. ഈ ബ്ലാക്ക് നിറത്തിലുള്ളതാണ് കറക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ റാസ്ബെറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല